വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു കോഡ് സെറ്റാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ 5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ്. 2.5 മീറ്റർ ടോപ്പിനും 2.5 മീറ്റർ പാൻറ്റിനും ആയിട്ട് 5 മീറ്റർ എടുക്കാം. അതല്ല 2 മീറ്റർ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ തുണി ആവശ്യം അതനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഞാൻ ഈ ഒരു കോഡ് സെറ്റിൻ്റെ കുർത്തി പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 3 മീറ്റർ എടുക്കുന്നുണ്ട്. എനിക്ക് 48 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു കുർത്തിക്ക് വേണ്ടത്. ഒരു ഹൈലോ പാറ്റേണിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുറച്ചധികം തുണി വേണം. അതുകൊണ്ടാണ് 3 മീറ്റർ ഈ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും 2 മീറ്റർ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത്. തുണി ഇതേപോലെ ഉൾവശത്തേക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കോഡ് സെറ്റ് സാധാരണ ലെങ്തി ടോപ്പായിട്ടും സ്റ്റിച്ച് ചെയ്യാം. അതല്ല ഒരു ഷോർട്ട് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം പാൻറ്റ് പലാസോ പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെങ്തി കുർത്തി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്കി വരുന്ന തുണി കൊണ്ട് പലാസോ പാൻറ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കുർത്തിക്ക് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് പീസിൻ്റെ ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഫോൾഡഡ് സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ, ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇതേപോലെയാണ് മടക്കിയിട്ടിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പുറത്തേക്ക് നീക്കി വെച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്കാണ് ബാക്ക് സൈഡിലെ ആ ഒരു ഫോൾഡഡ് സൈഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതുമാണ് കട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഈ ഒരു ബാക്ക് പീസിൽ മേൽഭാഗത്ത് ഫ്രണ്ട് പീസിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോളറിനൊക്കെ ആകുമ്പോൾ നമുക്കിതേപോലെ ബാക്ക് പീസിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നെക്ക് പോർഷൻ നല്ല ഫിനിഷിങ്ങിലവിടെ നിന്നോളും. കോളർ ബാക്കോട്ടേക്ക് നീങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അവിടെ ഒരു കുടുക്കം ഫീൽ ചെയ്യുകയോ ചെയ്യില്ല. ഈ ഒരു ഫ്രണ്ട് പീസിൽ 1/2 ഇഞ്ച് ഇതേപോലെ തയ്യൽ തുമ്പ് നമ്മൾ പുറത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരേപോലെ തന്നെ കിട്ടും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് കറക്റ്റ് വെച്ച് കൊടുത്ത ശേഷം ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ വിഡ്ത്ത് എനിക്കിവിടെ 15 ഇഞ്ചാണ് വേണ്ടത്. നോർമൽ നെക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ ഷോൾഡർ കൂട്ടിയിട്ടിട്ട് വേണം കോളർ നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് 7.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തും 8 ഇഞ്ച് തന്നെ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 40 ഇഞ്ച് ചെസ്റ്റ് അളവാകുമ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചുമാണ് സാധാരണ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാറ്. പക്ഷേ ഇവിടെ പ്രിൻസസ് കട്ടായിട്ട് നമ്മൾ പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ നമുക്ക് എത്രയാണോ അതിൻ്റെ ആവശ്യം അതനുസരിച്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും താഴോട്ടേക്ക് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ കോളറിനൊക്കെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ആ ഒരു ബോക്സിനകത്ത് ഒരു കേർവ്ഡ് വി ഷേപ്പ് ആയിട്ടാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എത്രയാണോ താഴോട്ടേക്ക് ഓപ്പൺ വേണ്ടത് അതിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ 3/4 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 3 പോയിൻറ്റും ചേർത്തിട്ട് ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം.
ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 14.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. തയ്യൽ തുമ്പ് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇവിടെയും പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പീസുകൾ ജോയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് വരെയുള്ള പോയിൻറ്റ്സ് നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എ ലൈനായിട്ടാണ് ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നമുക്ക് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10 ഇഞ്ചാണ് ഇവിടെ ബസ് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഉൾഭാഗത്തോട്ടായിട്ട് ബസ് പോയിൻ്റ് വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കർവിൻ്റെ നേർപകുതി ഭാഗത്തൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കണം. എനിക്കിവിടെ ആം ഹോൾ കർവ് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 4.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും ബസ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റും ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ല നമുക്ക് ഈ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിൽ നിന്നും 1.5 ഇഞ്ച് മേലോട്ടേക്ക് വരെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുക്കുക. അവിടെ ഞാൻ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡിലോട്ടായിട്ട് 1/2 ഇഞ്ച് വീതം ഇതേപോലെ ടക്കിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യില്ലേ, അതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നല്ല ബോഡി ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി ഏറ്റവും അടിയിലായിട്ട് ഈ ഒരു തുണിയുടെ വീതിയുടെ നേർപകുതി ഭാഗത്തേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും താഴെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും ചേർത്ത് വരച്ചെടുക്കാം. ഇതൊരു ഹൈലോ കുർത്തിയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ ഈ ഒരു പീസിൽ മാത്രം 5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ അളവിൽ മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതല്ല ഫ്രണ്ട് ഭാഗം കുറച്ചും കൂടി കയറി ഇരിക്കണം എന്നാണെങ്കിൽ ഒരു 6 ഇഞ്ച് വരെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു കുർത്തിയിൽ ഈ ഒരു ഓപ്പൺ സൈഡിൽ 3 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് കേർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ 2 സൈഡിലും തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രിൻസസ് കട്ടായിട്ടാണ് ഈ ഒരു കുർത്തി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പീസുകളൊക്കെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ അടിവശത്ത് എന്തായാലും ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പൺ സൈഡിൽ നിന്നും 3 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തിട്ടുള്ള നെക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. കോളർ നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് 1 ഇഞ്ച് ലെങ്ത്തിൽ താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ സ്ക്വയർ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്കിത് ബാക്ക് സൈഡിലെ ആം ഹോൾ കർവ് വെച്ചിട്ട് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് കുഴിച്ച് മുറിച്ചെടുക്കണം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പ്രിൻസസ് കട്ടിന് വേണ്ടി വരച്ചെടുത്തിട്ടുള്ള ഭാഗത്തു കൂടി കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ടക്സ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് 2 സൈഡിലോട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം.
ഇനി ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് 2 ലോങ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കി വന്ന പീസിൽ നിന്നും 2.5 ഇഞ്ച് വീതിയിൽ ഈ ഒരു നീളത്തിനനുസരിച്ച് 2 സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ലെങ്ത്ത് എനിക്കിവിടെ 17 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 2 സ്ലീവിനും കൂടിയിട്ടാണ്. 1 ഇഞ്ചാണ് നമ്മളിവിടെ സീം അലവൻസ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പൺ സൈഡിലായിട്ട് 3.25 ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ സ്ലീവ്സിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് റൗണ്ട് അടിവശത്ത് 5 ഇഞ്ചും ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചുമാണ് എനിക്ക് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വന്ന തുണിയിൽ പലാസോ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള അളവിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താണ് വേണ്ടത്. ഈ ഒരു തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. പലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. സിമ്പിളായിട്ടാണ് ഞാനിവിടെ പലാസോ പാൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് മുന്നേയുള്ള വീഡിയോയിലൊക്കെ കുറേ അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഈ ഒരു ടോപ്പ് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സാധാരണ ഇതേപോലെ 4ആയിട്ട് മടക്കി എടുക്കുന്നു. നമ്മുടെ വേസ്റ്റ് റൗണ്ടും മെഷർമെൻറ്റും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റും മാർക്ക് ചെയ്ത് ക്രോച്ച് ലെങ്ത്ത് എത്രയാണോ അതും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നു. താഴെ ഭാഗത്ത് ലൂസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് താഴെ എത്ര വിഡ്ത്ത് വേണം നോക്കിയിട്ട് അതും കൂടി മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 മീറ്റർ തുണി പാൻറ്റിനും 2.5 മീറ്റർ ടോപ്പിനും കൂടി 4.5 മീറ്റർ വാങ്ങിയാലും മതി. എനിക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പും അതും പ്രിൻസസ് കട്ടിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ പാൻറ്റും നല്ല ലെങ്തി ആയിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് 5 മീറ്റർ എടുത്തിരുന്നത്. ഇനി ഈ ഒരു കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത്. അവിടെ ഒരു പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പടി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുണി 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് വീതി എടുക്കാവുന്നതാണ്. ഈ ഒരു പീസ് കുർത്തിയുടെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ആ ഒരു പീസ് അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു കുർത്തിയുടെ പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പീസ് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു അറ്റത്ത് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നഖം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ല അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ തയ്യൽത്തുമ്പ് കവർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പടി നമുക്ക് ആ ഒരു ഫ്രണ്ട് ഓപ്പൺ ഭാഗത്തേക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പീസിലും ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ബട്ടൺ ഹോളും ബട്ടണും വെച്ചിട്ട് ഓപ്പൺ കുർത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ടും അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.
ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കോളറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 3 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് 3 ഇഞ്ചോ അല്ലെങ്കിൽ 3.5 ഇഞ്ചോ നമുക്കത് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അടിഭാഗത്തായിട്ട് താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 11 ഇഞ്ച് ലെങ്ത്തിൽ ഓപ്പൺ കൊടുക്കാം. അതിപ്പോൾ ചെറുതായിട്ട് മതിയെങ്കിൽ ഒരു 7 ഇഞ്ചോളം മതിയാവും. ആ ഒരു അളവിൽ വെച്ചിട്ട് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിഭാഗത്ത് ഇതേപോലെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് പീസസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് പീസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടക്സ് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് വരുന്ന ആ ഭാഗം അത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിച്ചു പിടിക്കാതെ മെല്ലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലും ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പീസും നമ്മൾ പ്രിൻസസ് കട്ടായിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരുന്നത്. അതും ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നെക്കിൻ്റെ ആ ഒരു മിഡ് പോയിൻ്റ് ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. സെൻട്രൽ ഭാഗത്തു നിന്ന് മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് കഴുത്തിന് ചുറ്റും ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. കോളറിന് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം ആ ഒരു അറ്റത്ത് നിന്ന് ഇതേപോലെ റൗണ്ടിൽ അളന്നെടുക്കണം. എനിക്കിവിടെ 10 ഇഞ്ചാണ് ഈ ഒരു നെക്കിന് ചുറ്റും അളന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. പേപ്പർ ക്യാൻവാസ് 20 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഇഞ്ച് മതി ഇതിൻ്റെ വീതി. ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്ത ശേഷം പിന്ന് കുത്തി കൊടുക്കാം. ഈ ഒരേ ക്യാൻവാസിൽ തന്നെയാണ് നമ്മൾ ഷർട്ട് കോളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് മേലോട്ടേക്ക് ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്പൺ സൈഡിലാണ് ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്നും ഒരു 4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നമ്മുടെ നെക്ക് ഭാഗം വരുന്ന സൈഡാണ്. അതിനുശേഷം ആ ഒരു 1/2 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മുടെ ആ നെക്ക് സൈഡിൽ വരുന്ന ഭാഗം 1/2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കേർവ് ഷേപ്പിൽ വരച്ചെടുക്കണം.
ഇനി ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 1 ഇഞ്ച് മേലോട്ടേക്ക് നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് വീതിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഷർട്ടിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിവശത്തൊരു പടി, അതിൻ്റെ മേലെ വേറൊരു പീസും കൂടി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഒന്നിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം നമ്മുടെ ഒരു അടിവശത്തെ കോളറിൻ്റെ പടിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. എല്ലാ സ്ഥലത്തും 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു അറ്റത്ത് വരുമ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇനി ആ ഒരു ഓപ്പൺ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് ഇതേപോലെ ചരിച്ച് നേരെ മേലോട്ടേക്കൊരു ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് താഴോട്ടേക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അതും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അടിവശമാണ് നമ്മൾ നെക്കോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് കറക്റ്റ് 10 ഇഞ്ച് തന്നെ ഇല്ലേ എന്നൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 10 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ ഉൾവശത്ത് ഇനി ഇത് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു പീസിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ക്യാൻവാസിൻ്റെ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ള അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു അടിവശത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇനി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ചുളിവുകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിൻ്റെ അടിവശം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു കോളറിൻ്റെ കോർണറൊക്കെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പെന്നോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുർത്തിയുടെ ബാക്ക് സൈഡിലെ നെക്കിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോയിൻ്റിൽ നമ്മുടെ കോളറിൻ്റെ സെൻട്രൽ ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കോളറിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഭാഗത്തിൻ്റെ അടിവശം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. അത് നമ്മുടെ നെക്കോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട തയ്യൽ തുമ്പാണ്.
ഈ ഒരു കുർത്തിയുടെ നല്ല വശത്താണ് ഈ ഒരു കോളർ ഭാഗം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെൻട്രൽ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ഭാഗത്തു നിന്നും ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് ഇതേപോലെയാണ് ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മറ്റേ സൈഡും അതേപോലെ സെൻട്രൽ ഭാഗത്തു നിന്നും ആ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതേപോലെ കവർ ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡിലേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ഈ കോളർ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെട്ടിട്ട് കൊടുക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നെക്കിൻ്റെ ഒരു മിഡിൽ ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. കോളറിൻ്റെ എല്ലാ വശങ്ങളിലും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. കോളറിൻ്റെ അരികുവശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചുറ്റിലും കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു നെക്ക് കഴിഞ്ഞ് കുറച്ച് ഭാഗം നീക്കിയിട്ടാണ് അവിടെ ലോക്കിട്ട് കൊടുക്കുന്നത്. ഇനി കോളർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ സ്ലീവ്സാണ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ്സ് ഇവിടെ നോർമൽ സ്ലീവാണ് ചെയ്ത് കൊടുക്കുന്നത്. 3/4 സ്ലീവാണ്. അതിൻ്റെ അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം കുർത്തിയിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സും ജോയിൻ ചെയ്തെടുത്തു, സൈഡും അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ ഹൈലോ കുർത്തിയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്ക് പീസിനേക്കാളും ഒരു 5 ഇഞ്ച് മേലോട്ടേക്ക് കയറ്റി കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു കേർവ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുക. ഈ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ബാക്ക് സൈഡും ഫ്രണ്ട് ഭാഗവും ഒരേപോലെ ആയിരിക്കണം. അതിനുശേഷം വരുന്ന ഭാഗത്തേക്കാണ് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ കേർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമുക്ക് എത്രത്തോളം കയറണം എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്രകാരം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻട്രൽ പോർഷൻ എത്തുമ്പോഴാണ് കുറച്ച് ഹൈ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടറ്റത്തും ബാക്ക് പീസും ഫ്രണ്ട് പീസും സെയിം അളവിൽ തന്നെയാണ് ഉണ്ടാവുക. ഞാനിവിടെ ഇത്രയും മാത്രമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചുറ്റിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. പലാസോ പാൻറ്റ് സിമ്പിളായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.